ഹായ് ഓൾ, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോകാം. ജീവിതരസങ്ങൾ എന്ന പേരിൽ ആത്മകഥ എഴുതിയ കലാകാരൻ. പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ ഒന്നും തരാത്തത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ, ഇതിന് മുമ്പത്തെ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ ക്ലാസ് കാണണം. ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെ പ്ലേലിസ്റ്റ് ആക്കി ഇട്ടേക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾ കാണുകയാണെങ്കിൽ അത് എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ജീവിതരസങ്ങൾ എന്ന പേരിൽ ആത്മകഥ എഴുതിയ കലാകാരൻ ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ. ജീവിതരസങ്ങൾ എന്ന പേരിൽ ആത്മകഥ എഴുതിയ കലാകാരനാണ് ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ. കേരള സിംഹം എന്ന കൃതിയുടെ കർത്താവ് ആര്? സർദാർ കെ എം പണിക്കർ. കേരള സിംഹം എന്ന കൃതിയുടെ കർത്താവ് സർദാർ കെ എം പണിക്കർ. ചന്ദ്രയാൻ 2 ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ചെയർമാൻ ആരായിരുന്നു? കെ ശിവൻ. ചന്ദ്രയാൻ 2 ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ചെയർമാനായിരുന്നു കെ ശിവൻ. ഇന്ത്യയിൽ സമൂഹശാസ്ത്രം എന്ന പഠനശാഖ ആദ്യമായി ആരംഭിച്ചത് ഏത് സർവകലാശാലയിലാണ്? ഇന്ത്യയിൽ സമൂഹശാസ്ത്രം എന്ന പഠനശാഖ ആദ്യമായി ആരംഭിച്ചത് ഏത് സർവകലാശാലയിലാണ്? ബോംബെ സർവകലാശാലയിലാണ്. അപ്പോൾ സമൂഹശാസ്ത്രം എന്ന പഠനശാഖ ഇന്ത്യയിൽ ആദ്യമായി വന്നത് ബോംബെ യൂണിവേഴ്സിറ്റി. വിവരാവകാശ നിയമത്തിനായി പ്രയത്നിച്ച രാജസ്ഥാനിലെ സംഘടന ഏതാണ്? മസ്ദൂർ കിസാൻ ശക്തി സംഘാടൻ, MKSS എന്നൊക്കെ നമുക്ക് തരും. വിവരാവകാശ നിയമത്തിനായി പ്രയത്നിച്ച രാജസ്ഥാൻ കേന്ദ്രീകൃതമായിട്ടുള്ള സംഘടനയായിരുന്നു മസ്ദൂർ കിസാൻ ശക്തി സംഘാടൻ. നീതി ആയോഗിൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരാണ്? അരവിന്ദ് പനഗരിയ. നീതി ആയോഗിൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരാണ്? അരവിന്ദ് പനഗരിയ. ഇന്ത്യയിൽ ചരക്കു സേവന നികുതി GST നിലവിൽ വന്നത് എപ്പോൾ? ഇന്ത്യയിൽ GST നിലവിൽ വന്നത് 2017 ജൂലൈ 1-നാണ്. 2019 ജ്ഞാനപീഠം അവാർഡ് നേടിയ മലയാള സാഹിത്യകാരൻ ആരാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ടോക്കിയോ ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോ ഇനത്തിൽ സ്വർണം നേടിയ കായിക താരം നീരജ് ചോപ്ര. സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് ഉണർവ്. സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായിട്ട് സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് ഉണർവ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ടതാണ് ചോദിച്ചിരിക്കുന്നത്. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. തെറ്റാണ് അല്ലേ? അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നത് പടിഞ്ഞാറൻ തീരമാണ്. താരതമ്യേന വീതി കുറവാണ്. തെറ്റാണ്. കിഴക്കൻ തീരസമതലത്തിന് താരതമ്യേന വീതി കൂടുതലാണ്. ഡെൽറ്റകൾ കാണപ്പെടുന്നു. ശരിയാണ്. സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ സ്ഥിതി ചെയ്യുന്നു. ശരിയാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം വരുന്നത് 3ഉം 4ഉമാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇന്ത്യയിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് K2. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് K2. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. കോട്ടണോപോളിസ് എന്ന് വിശേഷിക്കപ്പെടുന്ന നഗരമാണ് മുംബൈ. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ സ്ഥിതി ചെയ്യുന്ന ദേശീയപാതയാണ് ദേശീയ ജലപാത 3. ജലപാതകൾ ഇമ്പോർട്ടൻ്റ് ആണ്. താരാപൂർ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. താരാപൂർ ആണവോർജ നിലയം മഹാരാഷ്ട്ര. പാരമ്പര്യ ഊർജ സ്രോതസ്സിന് ഉദാഹരണം കൽക്കരി.
പാരമ്പര്യ ഊർജ സ്രോതസ്സിന് ഉദാഹരണം കൽക്കരി. പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായ ശാല ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായ ശാലയാണ് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്ത പ്രദേശം. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്ത പ്രദേശമാണ് ദിഗ്ബോയി. ഇന്ത്യയിൽ ധാതുക്കളുടെ കലവറ എന്ന് അഭിപ്രായപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയിൽ ധാതുക്കളുടെ കലവറ ഉപദ്വീപീയ പീഠഭൂമിയും ഇന്ത്യയുടെ ഭക്ഷ്യ കലവറയാണ് ഏത്? ഉത്തര മഹാസമതലം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സമത്വത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? നിയമത്തിന് മുന്നിൽ സമത്വം ഉറപ്പാക്കൽ സമത്വത്തിനുള്ള അവകാശമാണ്. കുറ്റകൃത്യം ചെയ്തവരെ സംബന്ധിച്ചുള്ള സംരക്ഷണം അത് സമത്വത്തിനുള്ള അവകാശങ്ങളിൽ പെടുന്നതല്ല. ഉത്തരം ഓപ്ഷൻ ബി ആണ്. അപ്പോൾ സമത്വത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? നിയമത്തിനു മുന്നിൽ സമത്വം ഉറപ്പാക്കൽ, പൊതു നിയമനങ്ങളിൽ അവസര സമത്വം. ഭരണഘടനയുടെ ഏതു ഭാഗത്തിലാണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭാഗം 4A മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് 4A. ഇന്ത്യൻ ദേശീയ പതാകയിൽ സമാധാനത്തെയും സമത്വത്തെയും പ്രതിനിധീകരിക്കുന്ന നിറം. ഇന്ത്യൻ ദേശീയ പതാകയിൽ സമാധാനത്തെയും സമത്വത്തെയും പ്രതിനിധീകരിക്കുന്ന നിറമാണ് വെള്ള. 1950 ജനുവരി 24 ഭരണഘടനാ നിർമ്മാണ സഭ ജനഗണമനയുടെ ഏത് ഭാഷയിലുള്ള പതിപ്പിനാണ് അംഗീകാരം നൽകിയത്? ഹിന്ദി. 1950 ജനുവരി 24 ഭരണഘടനാ നിർമ്മാണ സഭ ജനഗണമനയുടെ ഏത് ഭാഷയിലുള്ള പതിപ്പിനാണ് അംഗീകാരം നൽകിയത്? ഹിന്ദി. ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണ്? വന്ദേ മാതരം. ദേശീയ മനുഷ്യാവകാശ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം 1993. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മതേതരത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമില്ല. മതേതരത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമില്ല. തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷം 1955. ഭഗത് സിംഗുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. ഭഗത് സിംഗുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം കൊടുത്തു. തെറ്റാണ്. 1928 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ എന്ന സംഘടന രൂപീകരിച്ചു. തെറ്റാണ്. സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബ് എറിഞ്ഞു. ശരിയാണ്. ഡി ആണ് നമ്മുടെ ഉത്തരം. 1ഉം 2ഉമാണ് ഭഗത് സിംഗുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം. ശരിയാണ്. കോൺഗ്രസ്, മുസ്ലിം ലീഗ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തെ പിന്തുണച്ചു. തെറ്റാണ്. പിന്തുണച്ചില്ല. ബ്രിട്ടീഷ് സർക്കാർ സ്റ്റഫോർഡ് ക്രിപ്സിനു കീഴിൽ ഒരു ദൗത്യ സംഘത്തെ ഇന്ത്യയിലേക്ക് അയച്ചു. ശരിയാണ്. മൗലാന അബ്ദുൽ കലാം ആസാദിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി. ശരിയാണ്. ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. ശരിയാണ്. ആസാദിൻ്റെ പുസ്തകമാണ് ഇന്ത്യ വിൻ ഫ്രീഡം. ശരിയാണ്. നെയ് താലി എന്ന വിദ്യാഭ്യാസ പദ്ധതി ആസൂത്രണം ചെയ്തു. തെറ്റാണ്. അപ്പോൾ മൗലാന അബ്ദുൽ കലാം ആസാദുമായിട്ട് ബന്ധമില്ലാത്തത് ഏതാണ്? അത് നയ് താലി എന്ന വിദ്യാഭ്യാസ പദ്ധതി ആസൂത്രണം ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ആരാണ് നയ് താലി എന്ന പദ്ധതി ആസൂത്രണം ചെയ്തത്? അത് മഹാത്മാഗാന്ധിയാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുകളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. ഉൾപ്പെടാത്തത് എന്താണ്? ഓപ്ഷൻ സി ആണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ ബ്രിട്ടീഷ് അധീന പ്രദേശങ്ങൾ എന്നുള്ളതാണ് ഉൾപ്പെടാത്തത്. വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു? അഭയാർത്ഥി പ്രവാഹം വെല്ലുവിളിയായിരുന്നു. വർഗീയ ലഹള അതും ഒരു വെല്ലുവിളിയായിരുന്നു. നാട്ടുരാജ്യങ്ങളുടെ സംയോജനം ഇവയൊക്കെയാണ് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ദേശീയ വിദ്യാഭ്യാസത്തിൻ്റെയും കലയുടെയും വളർച്ചയ്ക്ക് നിരവധി വിദ്യാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. ഈ പ്രസ്താവനയുമായി യോജിക്കാത്തവ കണ്ടെത്തുക.
1916 DK കാർവേ ഇന്ത്യയിൽ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചു. ശരിയാണ്. വില്യം ജോൺസ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചു. അത് തെറ്റാണ്. രവീന്ദ്രനാഥ ടാഗോർ ബംഗാളി വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചു. ശരിയാണ്. മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ തൃശ്ശൂരിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചു. അപ്പം നമ്മളുമായി ബന്ധമില്ലാത്തത് ഓപ്ഷൻ ബി ആണ്, 2 മാത്രം. ശരിയായ ജോഡികൾ കണ്ടെത്തുക. നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ. ശരിയാണ്. വോയിസ് ഓഫ് ഇന്ത്യ ലാലാ ലജ്പത് റായ്. തെറ്റാണ്. വന്ദേ മാതരം ദാദാഭായ് നവറോജി. തെറ്റാണ്. കേസരി മറാത്ത ബാലഗംഗാധര തിലകൻ. ശരിയാണ്. 1ഉം 4ഉമാണ് ശരിയായ ഉത്തരം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ദേശീയ പ്രസ്ഥാനങ്ങൾ. ശരിയായി ജോഡി കണ്ടെത്തുക. ഖദാർ പാർട്ടി ചന്ദ്രശേഖർ ആസാദ്. തെറ്റാണ്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് CR ദാസ് മോത്തിലാൽ നെഹ്റു. തെറ്റ്. ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്രബോസ്. ശരിയാണ്. AITUC MN ജോഷി ലാലാ ലജ്പത് റായ്. അതും ശരിയാണ്. 3ഉം 4ഉമാണ് നമ്മുടെ ശരിയായ ഉത്തരങ്ങൾ. ദാദാഭായ് നവറോജിയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ച സംബന്ധിച്ച് ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചു. ശരിയാണ്. കോൺഗ്രസിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചു. ശരിയാണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നു. ശരിയാണ്. INCയുടെ ആദ്യ പ്രസിഡന്റ്. അത് തെറ്റാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ വിദ്യാഭ്യാസ കമ്മീഷനുകളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ഡോക്ടർ രാധാകൃഷ്ണൻ. തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെ കുറിച്ചുള്ള പഠനം ഡോക്ടർ ലക്ഷ്മണ സ്വാമി മുതലിയാർ. ശരിയാണ്. 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. ശരിയാണ്. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപീകരണം 1986 ദേശീയ വിദ്യാഭ്യാസ നയം ആണ്. ഇത് തെറ്റാണ്. നമ്മുടെ ഉത്തരം വരുന്നത് ശരിയായ പ്രസ്താവനകൾ 2ഉം 3ഉമാണ് കേട്ടോ. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനം ലക്ഷ്മണസ്വാമി മുതലിയാർ. 10+2+3 മാതൃകയിലുള്ള വിദ്യാഭ്യാസം ഡോക്ടർ TS കോത്താരി. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. അരുണ ആസിഫ് അലി ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ സജീവ പ്രവർത്തക. ശരിയാണ്. മാഡം ഭിക്കാജി കാമ അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തി. ശരി. പണ്ഡിത രമാഭായി ബോംബെയിൽ ശാരദാ സ്ഥൽ സ്ഥാപിച്ചു. ശരിയാണ്. എല്ലാം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന വസ്തുതകളിൽ ശരിയായത് കണ്ടെത്തുക. 1789 ടിപ്പു സുൽത്താൻ കേരളം ആക്രമിക്കുന്നു. ശരിയാണ്. 788 ശങ്കരാചാര്യർ ജനിച്ചു. ശരി. കൂനൻകുരിശ് സത്യം കൂനൻകുരിശ് സത്യം 1853. തെറ്റ്. 1341 വെള്ളപ്പൊക്കത്തെ തുടർന്ന് മുസിരീസ് തുറമുഖം അപ്രത്യക്ഷമാവുകയും കൊച്ചി തുറമുഖം രൂപം കൊള്ളുകയും ചെയ്യുന്നു. ശരിയാണ്. ഉത്തരം വരുന്നത് 1, 2, 4ആണ് ശരിയായത്. കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. തീരപ്രദേശം ഇല്ലാത്ത ജില്ലകൾ ഇടുക്കി, വയനാട്, കോട്ടയം, പാലക്കാട്, പത്തനംതിട്ട. ശരിയാണ്. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല തിരുവനന്തപുരമാണ്. അത് തെറ്റാണ്. സപ്തഭാഷാ സംഗമ ഭൂമി എന്നറിയപ്പെടുന്ന കാസർഗോഡ്. ശരിയാണ്. കേരളത്തിലെ ഏക കൻ്റോൺമെൻ്റ് എന്ന് പറയുന്നത് കണ്ണൂരാണ്. ശരിയാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം ബി ആണ്. 2 മാത്രമാണ് അവിടെ തെറ്റായിട്ടുള്ളത്. കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച് പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. കൊല്ലം മുതൽ വടക്കോട്ട് 8 ശാഖകളായി സ്ഥിതി ചെയ്യുന്ന കായലാണ് വേമ്പനാട്ട് കായൽ. തെറ്റാണ്. വേമ്പനാട്ട് കായലിലും പുന്നമട കായലിലെ പ്രശസ്തമായ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നു. ശരി. നീണ്ടകര അഴിമുഖം അഷ്ടമുടി കായലിനെ അറബിക്കടലുമായി ബന്ധിപ്പിക്കുന്നു. ശരിയാണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. 2ഉം 3ഉമാണ് ശരി. കേരളത്തിലെ നദികളെ സംബന്ധിച്ച് ശരിയല്ലാത്തത് കണ്ടെത്തുക. 244 കിലോമീറ്റർ നീളമുള്ള പെരിയാർ ശിവഗിരി മലയിൽ നിന്നും ഉത്ഭവിക്കുന്നു. അത് ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അത് ശരിയാണ്. അറബിക്കടലിൽ പതിക്കുന്ന ഭാരതപ്പുഴയുടെ പോഷക നദികളാണ് ഇടമലയാർ, മുദ്രപ്പുഴ എന്നിവ. തെറ്റാണ്. ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന പമ്പ നദി വേമ്പനാട്ടു കായലിൽ പതിക്കുന്നു. അത്
ശരിയാണ്. അപ്പോൾ 2 നമ്മുടെ തെറ്റായിട്ടുള്ളത്. അടുത്തത്, കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ. ശരിയാണ്. കോഴിക്കോട് ജില്ലയിലെ ഉറുമി ജലവൈദ്യുത പദ്ധതിക്ക് സഹായം നൽകുന്ന രാജ്യം കാനഡയാണ്. തെറ്റാണ്. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ശബരിഗിരി. തെറ്റാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഉൽപ്പാദന ശേഷി 780 വാട്ട്സ് ആണ്. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. തെറ്റാണ്. വയനാട് വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ആനയാണ്. ശരിയാണ്. ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്നത് പെരിയാർ വന്യജീവി സങ്കേതത്തിലാണ്. ശരിയാണ്. തെന്മല എക്കോ ടൂറിസം പദ്ധതി ചെന്തുരുണി വന്യജീവി സങ്കേതത്തിൽ സ്ഥിതി ചെയ്യുന്നത്. അത് തെറ്റാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം വരുന്നത് 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം. ശരിയാണ്. ഏറ്റവും കൂടുതൽ ജൈവവൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം. അത് ശരിയാണ്. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. ശരിയാണ്. കേരളത്തിൽ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാട് ചോല. അത് ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത പ്രസ്താവന കണ്ടെത്തുക. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം മത്തിയാണ്. യോജിക്കാത്ത പ്രസ്താവനയാണ് മത്തിയാണ്. മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന. കൊച്ചി വാട്ടർ മെട്രോയുടെ ഭാഗ്യചിഹ്നമാണ് ജൻഗു. കൊച്ചി വാട്ടർ മെട്രോയുടെ ഭാഗ്യചിഹ്നമാണ് ജൻഗു. ആൻഡ് കേരള മത്സ്യബന്ധന സമുദ്ര ഗവേഷണ സർവകലാശാലയായ കുഫോസ് തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു. അത് യോജിക്കാത്ത പ്രസ്താവനയാണ്. അപ്പോൾ യോജിക്കുന്നത് 2ഉം 3ഉം, യോജിക്കാത്തത് 1ഉം 4ഉമാണ് വരുന്നത്. ഗോദവർമ്മ രാജയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ സ്ഥാപക പ്രസിഡന്റ്. ശരിയാണ്. ഒക്ടോബർ 13 ഇദ്ദേഹത്തിൻ്റെ ജന്മദിനം കേരള സർക്കാർ സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്നു. ശരിയാണ്. കേരള വിനോദ സഞ്ചാരത്തിൻ്റെ പിതാവ് ആണ് ഗോദവർമ്മ രാജ. ശരിയാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ വികസനത്തിന് വേണ്ടി യത്നിച്ച വ്യക്തിയാണ് ഗോദവർമ്മ രാജ. ഒളിമ്പിക്സും കേരളവും സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിതയാണ് ഷൈനി വിൽസൺ. തെറ്റാണ്. ഒളിമ്പിക്സ് മെഡൽ നേടുന്ന 2ാമത്തെ മലയാളി PR ശ്രീജേഷ്. ശരിയാണ്. KT ഇർഫാൻ ടോക്കിയോ ഒളിമ്പിക്സിൽ അത്ലറ്റിക്സ് റേസ് വാക്കിംഗ് ഇനത്തിൽ യോഗ്യത നേടി. അതും ശരിയാണ്. മന്നത്ത് പത്മനാഭനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1947 മുതുകുളം പ്രസംഗവുമായി ബന്ധപ്പെട്ട് സാമൂഹിക പരിഷ്കർത്താവ്. ശരിയാണ്. 59 വിമോചന സമരത്തിന് നേതൃത്വം നൽകി. ശരിയാണ്. ഭാരത കേസരി എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ. ശരിയാണ്. 1935 കേഴഞ്ചേരി പ്രസംഗം നടത്തിയ നേതാവ്. കുമാരഗുരുവിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. പൊയ്കയിൽ അപ്പച്ചൻ എന്നറിയപ്പെടുന്നു. ശരി. പ്രത്യക്ഷരക്ഷാ ദേവസഭയുടെ സ്ഥാപകൻ. ശരിയാണ്. വെട്ടിയാട്ട് അടിലഹള ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശരിയാണ്. ക്രിസ്തീയ സമുദായത്തിൽ നിലനിന്നുകൊണ്ട് ജാതീയ ഉച്ചനീചത്വങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു. ശരിയാണ്. അപ്പോൾ കുമാരഗുരുദേവൻ നിന്നുകൊണ്ട് ജാതീയ നീച്ചങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു എന്നുള്ളത് തെറ്റാണ് കേട്ടോ. D ആണ് നമ്മുടെ ഉത്തരം വരുന്നത്. 4ആണ് തെറ്റായിട്ടുള്ളത്. VT ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക.
നാനാജാതി മതസ്ഥർ ഒന്നിച്ച് താമസിക്കുന്ന കൊടുമുടി കോളനി എന്ന ആശയം ശരിയാണ്. ഘോഷ ബഹിഷ്കരണം വിധവാ വിവാഹത്തിന് തുടക്കം കുറിച്ചു. ശരി. മിശ്ര വിവാഹത്തിന് തുടക്കം കുറിച്ചു. എല്ലാം ശരിയാണ്. പണ്ഡിറ്റ് KP കറുപ്പൻ സ്ഥാപിച്ച സംഘടനകൾ ഏതൊക്കെയാണ്? സമത്വ സമാജം തെറ്റാണ്. അരയ സമാജം ശരിയാണ്. ജ്ഞാനോദയം സഭ ശരിയാണ്. കൊച്ചി പുലയ മഹാസഭയും ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് വസ്തുതകളുടെ ശരിയായ ജോഡി കണ്ടെത്തുക. അരുവിപ്പുറം പ്രതിഷ്ഠ. അരുവിപ്പുറം പ്രതിഷ്ഠ എന്നാണ് നടത്തിയത്? ഓപ്ഷൻ സി ആണ് 1888. അരുവിപ്പുറം പ്രതിഷ്ഠ 1888. ടാഗോറിൻ്റെ സന്ദർശനം, കേരള സന്ദർശനം 1922. അതുപോലെ ഗാന്ധിജിയുടെ സന്ദർശനം 1928. ഗുരുവിൻ്റെ സമാധി ഗുരുവിൻ്റെ സമാധിയിൽ എന്നാ ചെന്നേ? അത് 1928. ഒന്നുകൂടെ പറയാം. അരുവിപ്പുറം പ്രതിഷ്ഠ 1888. ടാഗോറിൻ്റെ കേരള സന്ദർശനം 1922. ഗാന്ധിജിയുടെ സന്ദർശനം 1925. ഗുരുവിൻ്റെ സമാധി 1928. ചട്ടമ്പി സ്വാമികളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1892 സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ സന്ദർശിച്ചു. ശരിയാണ്. 1892 ചട്ടമ്പി സ്വാമികൾ രചിച്ച നവമഞ്ചരി ശ്രീനാരായണ ഗുരുവിന് സമർപ്പിച്ചു. തെറ്റാണ്. ശ്രീനാരായണ ഗുരുവിന് ചട്ടമ്പി സ്വാമികൾ എന്നിവരുടെ ഗുരുവായിരുന്നു തൈക്കാട് അയ്യ ഗുരു. അത് ശരിയാണ്. തിരുവനന്തപുരത്തെ ജവാൻ ഓഫ് ആർക്ക് എന്ന് വിശേഷിപ്പിക്കുന്നു. ശരി. അക്കാമ ചെറിയൻ്റെ ആത്മകഥ ജീവിതം ഒരു സമരം. അതും ശരിയാണ്. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളും പ്രസ്ഥാനങ്ങളും സംബന്ധിച്ച് ശരിയായ ജോഡി കണ്ടെത്തുക. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം, സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം, വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം, VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. അടുത്തത്, ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകൾ ഭൂമിയിലെ ഓക്സിജന്റെ എത്ര ശതമാനം നൽകുന്നു? 20%. അടുത്തത്, സ്പോട്ടഡ് ഫീവർ എന്ന രോഗത്തിന് കാരണമായ രോഗാണു ഏതാണ്? റിക്കറ്റ്സിയ. സ്പോട്ടഡ് ഫീവർ, റിക്കറ്റ്സിയ. മനുഷ്യരിലെ നൈട്രോജനിക് വിസർജ്യ പദാർത്ഥമായ യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് അവയവത്തിൽ വെച്ചാണ്? കരൾ. ഇരപിടിയൻ സസ്യങ്ങൾ അവ വളരുന്ന മണ്ണിൽ ഏത് മൂലകത്തിൻ്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് പ്രാണികളെ പിടിക്കാനുള്ള കഴിവ് ആർജിക്കുന്നത്? നൈട്രജൻ. പ്രകാശ സംശ്ലേഷണ പ്രക്രിയയിലൂടെ ഭാഗമായി സസ്യങ്ങൾ പുറത്തേക്ക് വാതകം എന്തിൻ്റെ വിഘടന ഫലമായിട്ടാണ് ഉണ്ടാകുന്നത്? ഓപ്ഷൻ സി ആണ് ജലത്തിൻ്റെ. കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗമാണ് ടൈഫോയിഡ്. കേരളത്തിൽ ദേശാടന പക്ഷികൾ ധാരാളമായി വിരുന്നെത്തുന്ന പ്രദേശമാണ് തട്ടേക്കാട്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. സങ്കരയിനം നെല്ലിന് ഉദാഹരണമാണ് അന്നപൂർണ. പയറുവർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ വേരുകൾ വസിച്ച് പയറുവർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ വേരുകളിൽ വസിച്ച് നൈട്രജനെ വലിച്ചെടുക്കുന്ന ബാക്ടീരിയയാണ് റൈസോബിയം. അപ്പോൾ നമ്മളിന്ന് ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് പഠിച്ചത്. അതിൽ മാത്സ് പഠിച്ചിട്ടില്ല. ബാക്കി നമ്മളെല്ലാ സബ്ജക്റ്റുകളും കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നും നമുക്ക് ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുന്നത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.